കൊരിന്ത്യർ 1:27. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. മതി. പൗലോസ് എഴുതിയ ഒന്നാമത്തെ കൊരിന്ത്യ സഭയ്ക്കുള്ള ലേഖനമാണ്. ഒന്നാമത്തെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. അതിലെ 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യമാണ് അല്പസമയത്തെ ദൈവവചന വിചിന്തനത്തിനു വേണ്ടി വായിച്ചത്. 16 അധ്യായങ്ങളും 437 വാക്യങ്ങളും അടങ്ങിയ ഈ ലേഖനം AD 56 എഴുതപ്പെട്ടു എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. ഇത് എഴുതിയ സ്ഥലം എഫെസോസിലിരുന്ന് കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനമാണിത്. തെക്കൻ ഗ്രീസ് എന്ന് പറയുന്ന അഥേനയ്ക്ക് പടിഞ്ഞാറ് നിലകൊള്ളുന്ന പട്ടണമാണ് കൊരിന്ത്യ പട്ടണം. ശ്രദ്ധിച്ചു കേട്ടെ, തുറമുഖ പട്ടണം, വാണിജ്യ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന പട്ടണം, ഏറ്റവും കൂടുതൽ വ്യവസായം നടന്ന പട്ടണം, കരയിൽ നിന്ന് കടലിലേക്ക് ഒരു മുനമ്പായി നിൽക്കുന്ന പട്ടണം. അതുകൊണ്ട് തന്നെ കൊരിന്ത്യ പട്ടണത്തിലെ യഹൂദന്മാരും യവനന്മാരും ഉൾപ്പെടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ദേശത്തുള്ളവർ ഒന്നിച്ച് പാർത്ത്, ഒന്നിച്ച് വസിച്ച, ഒന്നിച്ച് കച്ചവടം നടത്തിയ, ഒന്നിച്ച് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ഒരു വലിയ പട്ടണമാണ് കൊരിന്ത്യ പട്ടണം. കൊരിന്ത്യ പട്ടണം കൊരിന്ത്യ പട്ടണത്തിൽ ദൈവത്തിന്റെ നാമത്താൽ ഉദയപ്പെട്ട ഒരു വലിയ സഭയുണ്ട്. ആ സഭയ്ക്ക് കൊരിന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം 4 വർഷത്തിന് ശേഷം എഫെസോസിലായിരിക്കുമ്പോൾ, അഥവാ പൗലോസ് കൊരിന്ത്യയിൽ വരുന്നത് തന്നെ തന്റെ 2ാമത്തെ മിഷണറി യാത്രയിലാണ്. 2ാം മിഷണറി യാത്രയിൽ കൊരിന്ത്യ സന്ദർശിച്ച പൗലോസ് കൊരിന്ത്യയിൽ താമസിച്ച്, എന്തിനേറെ പറയുന്നു, കൊരിന്ത്യയിൽ തനിക്ക് ആദ്യം പരിചയപ്പെട്ട ഒരു കുടുംബമാണ് അക്വിലാവും പ്രിസ്കില്ലയും. അവരുടെ പണി കൂടാരപ്പണിയായിരുന്നു. തനിക്ക് അറിയാവുന്ന പണി കൂടാരപ്പണിയായിരുന്നു. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങളെല്ലാം കൂടാരപ്പണിയിൽ ചെയ്തു ഉപജീവനം കഴിച്ചിട്ട് എല്ലാ ആഴ്ചയിലും ആലയത്തിൽ സന്ദർശിച്ച് അവിടെ കൂടി വരുന്ന ജനത്തോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന രീതിയായിരുന്നു പൗലോസിനുള്ളത്. അതധികം പഠിക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം കൂടെ ചേർത്ത് പഠിക്കാതെ കൊരിന്ത്യ ലേഖനം മനസ്സിലാക്കാൻ കഴിയത്തില്ല. 18-ാം അധ്യായം. അഥേന വിട്ടു കൊരിന്ത്യയിൽ ചെന്നു. അഞ്ചാമത്തെ വാക്യം ചേർന്ന് വായിച്ചു സമയലാഭത്തിൽ. ശീലാസും തിമോത്തിയോസും മക്കെദോനിയിൽ നിന്ന് കൊരിന്ത്യയിൽ വന്നു. പൗലോസ് ആണെങ്കിൽ ഒറ്റയ്ക്ക് വചനമോഷണത്തിന് ശുഷ്കാന്തി കൊണ്ടു. യേശു മാത്രമാണ്, യേശുവാണ് ക്രിസ്തു എന്ന് യഹൂദന്മാരുടെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവർക്കറിയാം. ആ ക്രിസ്തു യേശുവാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ വയ്യാത്തത് കൊണ്ട് പൗലോസ് ശക്തിയുക്തം പ്രസംഗിച്ചു, പ്രതിപാദിച്ചു, തെളിയിച്ചു, യേശുവാണ് ക്രിസ്തു. പക്ഷെ അവർ അത് ഏറ്റെടുത്തു എന്നല്ല, അവർ എതിർ പറഞ്ഞു, അവർ ദൂഷിച്ചു. അപ്പോൾ പൗലോസ് വസ്ത്രം കുടഞ്ഞു കളഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. എല്ലാവരും ശ്രദ്ധിക്കണം. യഹൂദന്മാരോട് അവർക്ക് അറിയാവുന്ന ക്രിസ്തു അത് യേശുവാണെന്ന് തെളിയിച്ചു പ്രസംഗിച്ചു. അവർ ഉൾക്കൊള്ളണമായിരുന്നു, അവർ അംഗീകരിക്കണമായിരുന്നു, അവരത് യേശു വയ്ക്കണം, അത് തന്നെ ശരിയെന്ന് പറയണമായിരുന്നു. പക്ഷെ യഹൂദന്മാർ എതിർത്തു. തീർന്നില്ല, യഹൂദന്മാർ പ്രസംഗിച്ചവരെ ദൂഷിച്ചു. അപ്പോൾ പൗലോസ് തന്റെ വസ്ത്രം കുടഞ്ഞു കളഞ്ഞിട്ട് അവരോട് പറഞ്ഞ വാക്കിന് അടിവരയിടണം, നിങ്ങൾ തന്നെ നിങ്ങളുടെ നാശത്തിന് ഉത്തരവാദികൾ. നമ്മൾ വായിച്ച ഭാഗത്ത് കൊരിന്ത്യ ലേഖനത്തിൽ അല്പം മുകളിലെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രൂശിന്റെ വചനം. ഇപ്പൊ നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തി 18-ഉം കൊരിന്ത്യ ലേഖനത്തിലെ പ്രതിവാദികളുടെ കോർത്തിണക്കി പറയാം. ആരെ ഉദ്ദേശിച്ചാണ് അത് പറയുന്നത്? തെളിയിച്ചു കൊടുത്തിട്ടും കൃത്യസ്ഥമായി സംസാരിച്ചിട്ടും പ്രമാണങ്ങൾക്ക് തെളിയിച്ചു
പഠിപ്പിച്ചിട്ട് പോലും എതിർക്കുക, അംഗീകരിക്കാതിരിക്കുക, പ്രസംഗിക്കുന്നവരെ ദുഷിക്കുക ചെയ്തപ്പോൾ പൗലോസ് ഒട്ടും ദാശനം കൂടാതെ വസ്ത്രം കുടഞ്ഞിട്ട് അവരോട് പറഞ്ഞ ദൂത്, ഈ തലമുറയ്ക്കും ഈ കാലഘട്ടത്തിനും ഈ വർത്തമാന കാലത്തിലുള്ള ദൂത, വചനം നിഷേധിക്കുന്നവനെ, വചനത്തെ അനുസരിക്കാത്തവനെ, വചനത്തിനോട് മറുതലിക്കുന്നവരോട് എക്കാലത്തുമുള്ള ദൂത്, നിന്റെ നാശത്തിന് നീ തന്നെ ഉത്തരവാദിയായിരിക്കും. അതാ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലൂടെ വരമൊഴിയായി സഭയെ ഓർമ്മിപ്പിക്കുന്നു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തി. മനത്രവർക്ക് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും. അങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടൊന്നും അനുസരിക്കുന്നവരെണ്ണം കൂടത്തില്ല. അടിസ്ഥാനപരമായി തെളിയിക്കാൻ പ്രാപ്തിയുള്ള, പ്രമാണത്തിൽ അവകാശമുള്ള പൗലോസ് പ്രസംഗിച്ചാലും കേൾക്കാത്തവരുണ്ടെങ്കിൽ, ഇന്നും പ്രാർത്ഥിച്ചും കുത്തിയിരുന്നും ആലോചന പ്രാപിച്ചും അതിശക്തിയോടെ പ്രസംഗിച്ചാലും നന്മയ്ക്ക് വേണ്ടി ഏറ്റെടുക്കാതെ തിന്മയിലേക്ക് ചലിക്കുന്നവരോട് അന്ന് പൗലോസ് പറഞ്ഞ ദൂരെ ഇന്ന് പകൽക്കാലം പറയാനുള്ളൂ, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ മാത്രം ഉത്തരവാദികളായിരിക്കും. സഭ പെട്ടെന്ന് വളർന്നു. സഭ പെട്ടെന്ന് വളർന്നു. സഭ പെട്ടെന്ന് വളർന്നപ്പോൾ പൗലോസ് ഇപ്പൊ അവിടെ ഇല്ല. അവിടെ അപ്പോസ്തലർ പ്രവൃത്തി വായിച്ചാൽ കാണാൻ കഴിയും, ജനങ്ങൾ ഭയങ്കരമായിട്ട് രക്ഷിക്കപ്പെടാൻ കൂടി. അസംഖ്യം ആൾക്കാർ രക്ഷിക്കപ്പെട്ടു വന്നു. അസംഖ്യം ആൾക്കാർ വചനം കേട്ടു. എന്ത് സന്തോഷമാണ്! കർത്താവ് തന്നെ പറഞ്ഞു, നീ ഇവിടെ പോകരുത്, ഇവിടെ പാർക്ക്, ഇനിയും ഈ പട്ടണത്തിൽ എനിക്ക് ഇനിയും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി പ്രസംഗിപ്പിച്ചു. അതുകൊണ്ട് ആ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ സഭയിലേക്ക് കടന്നു വന്നു. എല്ലാരും ശ്രദ്ധിച്ചാണോ ഇരിക്കുന്നത്? ഓക്കെ, ഒരുപാട് വ്യക്തികൾ രക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെ സഭ വളർന്നു. ഇനി സഭയെ കുറിച്ച് പറയുന്ന തന്നെ ഈ ലേഖനം എഴുതാനുള്ള കാരണം ആദ്യം ഞാൻ പറയാം. എഫെസോസിൽ ഇരിക്കുന്ന പൗലോസിന് സഭ സ്ഥാപിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സഭയെ നിലനിർത്തി വചനത്തിൽ അടിത്തറയുള്ളവരായി പഠിപ്പിച്ച പൗലോസിന് അവിടുന്ന് ഒരറിവ് എഫെസോസിലിട്ട്. അത് ഇപ്രകാരമാ, അന്ന് നീ പറഞ്ഞ സഭ വളർന്നു, പക്ഷെ സഭയ്ക്കകത്ത് ഇപ്പൊ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്. അതൊരു അപകടകരമായ സാഹചര്യം. സഭയ്ക്കകത്ത് എല്ലാവരും ഉണ്ട്, സഭയ്ക്കകത്ത് എല്ലാം ഉണ്ട്. സഭയ്ക്കകത്ത് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, പ്രസംഗമുണ്ട്, വചനമുണ്ട്, സങ്കീർത്തനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അന്നില്ലാത്ത ഒന്ന് ഇപ്പൊ സഭയ്ക്കകത്തുണ്ട്. അത് മറ്റൊന്നുമല്ല, ഭിന്നത. അതൊരു വലിയ അപകടമാ. അന്ന് കൊരിന്ത്യ സഭയ്ക്ക് അത് അപകടമായിരുന്നെങ്കിൽ ഇന്നത്തെ പെന്തക്കോസ്തു സഭയുടെയും ഏറ്റവും വലിയ പരാജയത്തിന്റെ ആക്കവും കാരണവും അന്വേഷിച്ചു പോകേണ്ട, അകത്തളത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഭിന്നത. ഇത് അറിവ് കിട്ടി ഏത് സഭയ്ക്ക്? 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആ സഭയുടെ ചിത്രം കാണാം. നല്ല ചിത്രം. 1:6. 1 കൊരിന്ത്യർ 1:6. അവനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. എല്ലാരും ഉണ്ടേ? വചനം കണ്ടോ? 6-ാം വാക്യത്തിൽ കൊരിന്ത്യ സഭയെ കുറിച്ച് പൗലോസ് തന്നെ പറയുന്നു, നിങ്ങൾ വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരാണ്. വചനം അറിയാം, പരിജ്ഞാനത്തിന് ഒരു കുറവും, സകല വചനം സംബന്ധിച്ചുള്ള പരിജ്ഞാനവും അവർക്കുണ്ട്. പൗലോസ് വിശേഷിപ്പിച്ച പദം നിങ്ങൾ സമ്പന്നര. അടുത്തൊരു വരി ശ്രദ്ധേയമാണ്, നിങ്ങൾ കൃപാവരത്തിലും കുറവില്ലാത്തവരാണ്. ഒന്നിനും കുറവില്ലെന്നേ. പ്രസംഗത്തിന് കുറവില്ല. വചനത്തിന്റെ അറിവോ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എവിടുന്ന് ചോദ്യം ചോദിച്ചാൽ അറിയാം. വചനം സംബന്ധിച്ച് എല്ലാം അറിയാം.
അതിൽ പൗലോസ് പറഞ്ഞ വാക്ക് അവർ സമ്പന്നര. ഏറ്റവും വലിയ സഭ, കൃപാവരത്തിന് കുറവില്ലാത്ത സഭ, വചന പരിജ്ഞാനം സംബന്ധിച്ച് സമ്പന്നമായിരുന്ന പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന സഭ. ഒന്നിനും കുറവില്ല, കൃപാവരത്തിൽ കുറവില്ല, പാട്ടിൽ കുറവില്ല, പ്രസംഗത്തിന് കുറവില്ല, ആരാധനയിൽ കുറവില്ല, കൂട്ടായ്മയിൽ കുറവില്ല, യാതൊന്നിനും കുറവില്ല, അടിക്കും കുറവില്ല. എല്ലാരും എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. കൃപാവരം ഉണ്ടെന്നും പറഞ്ഞ് എന്നാ ഗുണസഭയ്ക്ക്? പ്രവചിക്കുന്നവരും വെളിപ്പാട് കാണുന്നവരും അന്യഭാഷ പറയുന്നവരും വിവേചിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും രോഗശാന്തി ഉള്ളവരും ഭൂതത്തെ പുറത്താക്കുന്നവരും ഇത്രാദി എല്ലാ ഗുണസവിശേഷത കൃപാവരങ്ങളെല്ലാം ഉള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഭ. പക്ഷെ ഒന്നിനൊന്നിനെ കണ്ടുള്ള എല്ലാത്തിനും സമ്പന്നതയുള്ള പേര് കേട്ട സഭയാണ്. പക്ഷെ അധികം കോടി പണിക്കോ ലക്ഷം വെഞ്ചിന പണിക്കും എല്ലാത്തിനും ആളുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്, വലിയ ഹോള്, വലിയ പാസനേജ് സെന്റർ, സംവിധാനം, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പണക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തിനും ഏതിനും സൗകര്യമുള്ള സഭ. പക്ഷെ അതിനകത്ത് വചനമുണ്ട്, പാട്ടുണ്ട്, ഡ്രമ്മുണ്ട്, ഡ്രം സെറ്റ് ഉണ്ട്, കീബോർഡ് ഉണ്ട്, ആരാധിക്കാൻ അറിയാവുന്നുണ്ട്, വർഷിപ്പ് ചെയ്യാൻ അറിയാവുന്നവരുണ്ട്. എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് എന്തിന്റെ കുറവാ? ഇതെല്ലാം ഉള്ളപ്പോഴും ഭിന്നതയ്ക്ക് കുറവില്ല. ഇത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് പൗലോസ് എഴുതുക, എല്ലാത്തിന്റെ സമ്പന്നമായ സഭ, പക്ഷെ അതിനകത്ത് ഭിന്നത, അതിനകത്ത് ഐക്യതയില്ല. അവര് അന്നേരം വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭയുടെ പ്രതിനിധി സഭ പറഞ്ഞതുപോലെ ഞങ്ങൾ സമ്പന്നർ, ഞങ്ങൾക്കൊന്നിനും കുറവില്ല. ദൈവത്തിന്റെ ആത്മാവ് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നീ നഗ്നനും കുരുടനുമാകയോ. ഒരാളും പിന്നെ അവനവന്റെ കുറവ് സമ്മതിച്ചിട്ടില്ല. ഉണ്ടോ? എക്സാമിൽ തോറ്റ കുട്ടിയോട് നീ തോറ്റ എന്താന്ന് ചോദിച്ചു നോക്ക്. അവൻ ഒന്നി പറയും പഠിപ്പിച്ച സാറ് ശരിയല്ല, അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്റെ കൂടെ പഠിച്ച് ഇന്നില്ല ആൾക്കാരും തോറ്റു, അവൻ എന്നെക്കാൾ പഠിക്കുന്നവരായിരുന്നു, അവര് വരെ തോറ്റു, ഞാൻ തോറ്റത് സ്വാഭാവികം. ഒറ്റമായി എടുത്ത് ഇന്നവരെ കുട്ടിയും പറഞ്ഞില്ല, കുട്ടിയുടെ അമ്മയും പറയില്ല, കുട്ടിയുടെ അപ്പനും പറയത്തില്ല എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ എന്ന് പറയില്ല. മിയ കുൽപ്പ, മിയ കുൽപ്പ, മിയ മാക്സിമം കുൽപ്പ എന്ന് പറയില്ല. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് പറയില്ല. ഞാൻ സമ്പന്നൻ, എനിക്ക് കൃപയുണ്ട്, എനിക്ക് അന്യഭാഷയുണ്ട്, എനിക്ക് പ്രവചനമുണ്ട്, എനിക്ക് വെളിപ്പാടുണ്ട്. ഞങ്ങളുടെ സഭയോ ഇത്ര പരിചയമുള്ള സഭ, ഇത്ര പഴക്കമുള്ള സഭ, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള സഭ. ഞങ്ങളുടെ സഭയോ അവിടെ എന്തിന്റെ കുറവാ ഉള്ളത്? പക്ഷെ ഒരു കുറവുണ്ട്, ഐക്യതയില്ല. ഐക്യതയില്ലാത്ത മനസ്സാണെങ്കിൽ ഇന്ന് വൽക്കാലം പറയുന്നു ദൈവത്തിന്റെ ആത്മാവില്ല. മത്തായി സുവിശേഷം 7:22 യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചിലർ കർത്താവിനെ ഇങ്ങനെ തന്നെ വിളിച്ചു, കർത്താവേ, കർത്താവേ, അതോ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പ്രവചിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുക ഞങ്ങൾ ചെയ്തില്ലയോ? കർത്താവ് പുറത്തു തട്ടി ഇത്രയും പ്രയോജനപ്പെട്ട ദൈവദാസനെ എന്ന് വിളിക്കേണ്ട സ്ഥലത്ത് കർത്താവ് അടുത്ത പറഞ്ഞ പദമാണ് ശ്രദ്ധിക്കേണ്ടത്. അന്ന് ഞാൻ അവരോട് അറിഞ്ഞിട്ടേയില്ല, അറിഞ്ഞിട്ടേയില്ല എന്ന് പറഞ്ഞാൽ കർത്താവിന് നിന്റെ സ്നാനവും പോലും, രക്ഷിക്കപ്പെട്ട ദിവസം പോലും കർത്താവിന് ഇപ്പോഴത്തെ ഈ പ്രവൃത്തി കണ്ടിട്ടൊന്ന് ഓർത്തു വെക്കാനുള്ള മനസ്സേ ഇല്ല. പക്ഷെ പ്രവചിക്കുന്നുണ്ട്, പക്ഷെ അന്യഭാഷ പറയുന്നുണ്ട്, രോഗശാന്തിയുടെ വരവുണ്ട്. ഹലോ, എല്ലാരും ഉണ്ടേ? രോഗശാന്തിയുടെ വരവുണ്ട്. സത്യത്തിൽ നമ്മളാണ് അങ്ങനെയുള്ളവരെ, അവര് വിശേഷ കഴിവുള്ളവരാണ് പറഞ്ഞ് നമ്മളൊക്കെ പ്രാധാന്യത കൊടുക്കും. സ്വർഗം പ്രാധാന്യത കൊടുത്തില്ല. എന്നിട്ട് അടുത്ത പറയുന്നത് അധർമ്മം. എന്തുകൊണ്ട് കർത്താവ് അവരുടെ പ്രവചനത്തെ കണ്ടില്ല? എന്തുകൊണ്ട് അവരുടെ വീര്യപ്രവൃത്തിയെ ശ്രദ്ധിച്ചില്ല?
എന്തുകൊണ്ട് കർത്താവ് അവരുടെ പേരും നാളും ഓർത്തു വെക്കാൻ മനസ്സ് കാണിച്ചില്ല എന്ന് ചോദിച്ചാൽ അവരുടെ പ്രവർത്തികൾ ശരിയല്ല, ആരാധന ശരിയല്ലെന്നും പാട്ടിന് പാടുന്നില്ലെന്നും കൈയടിക്കുന്നില്ലെന്നും ദശാംശം കൊടുക്കുന്നില്ലെന്നുമല്ല, പ്രവൃത്തി ശരിയല്ലാത്തോണ്ട് കർത്താവിന് നിന്നെ ഓർത്തു വെക്കാൻ മനസ്സില്ല. എന്നെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് പറഞ്ഞുകൊണ്ട് അടക്കിയ. യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം കർത്താവ്. അവൻ എന്നെ രക്ഷിച്ചു. മാനവജാതിയിലെ സർവ്വജാതിയും നിങ്ങളെ അവൻ രക്ഷിക്കും. അവൻ സൗഖ്യദായകൻ, അവൻ ലോകരക്ഷിതാവ്, അവൻ മാത്രം കർത്താവ്. അവൻ എന്റെ സ്വന്തം ആളാ. ഞാൻ അവനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചിരിക്കുക. എന്റെ ആളാ, എന്റെ സ്വന്തമാ, എനിക്കറിയാം, എന്നെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആയുഷ് മൊത്തം പറഞ്ഞുകൊണ്ട് നടന്ന വ്യക്തി, ഞാൻ പേര് പറഞ്ഞ വ്യക്തി, ഞാൻ അനേകരെ പരിചയപ്പെടുത്ത വ്യക്തി, അവസാനം എന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ആരാ എന്ന് ചോദിക്കുന്നതിനേക്കാൾ പരാജയം വേറെയില്ല. ഞാൻ ലോകം മൊത്തം പാടിയും പ്രസംഗിച്ചും പ്രവചിച്ചും വെളിപ്പെടുത്തിയും പരസ്യം നടത്തി കൺവെൻഷൻ നടത്തിയും ക്രൂശർ നടത്തിയും പരിചയപ്പെടുത്തിയവന് അവസാനം അവൻ എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് അകത്ത് വല്ല ബോധമുണ്ടെങ്കിൽ ചിന്തിക്കാൻ. കർത്താവിന് പലതും അറിയത്തില്ല. അവന് സർവ്വജ്ഞാനത്തെ ചോദ്യം ചെയ്യാൻ കർത്താവ് പറയാൻ പോലും താല്പര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വെള്ളങ്ങൾക്ക് എന്തെല്ലാം പേരാ, വെള്ളങ്ങൾക്ക് എന്തെല്ലാം പേരാ. വെള്ളക്കൂട്ടങ്ങൾക്ക് നാം ഓരോ പേരിട്ട് പിടിച്ചു. അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഗംഗ, പെരിയാർ, കല്ലടയാർ, ഇത്തിക്കരയാർ, പമ്പയാർ. പക്ഷെ ഈ വെള്ളങ്ങൾക്ക് അതറിയില്ല എന്റെ പേര് അതാണ്. ഈ വെള്ളങ്ങൾക്ക് അതറിയില്ല എന്റെ പേര് പെരിയാറാണെന്നും എന്റെ പേര് ഗംഗയാണെന്നും എന്റെ പേര് യമുനയാണെന്നും എന്റെ പേര് അറബിക്കടലാണെന്നും എന്റെ പേര് ഇന്ത്യൻ മഹാസമുദ്രമാണെന്നും വെള്ളങ്ങൾക്കും അറിയില്ല. വെള്ളങ്ങൾ തട്ടി തലോടി ഒഴുകിപ്പോയ കരയ്ക്കും അറിയില്ല. എന്നിലൂടെ എന്നെ തട്ടി ഒഴുകുന്ന നദികളെ പേര് ഞാൻ അറിയില്ല എന്നതുപോലെ കർത്താവിന്റെ പേര് നടക്കുന്ന പലതും കർത്താവിന് അറിയില്ല. IPC എന്നും ചർച്ചക്കോട് എന്നും AG എന്നും ഷാരോഗ് എന്നും TPM എന്നും ഇൻഡിപെൻഡന്റ് എന്നും പല പേരിൽ പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ കർത്താവ് പറയും എനിക്കറിയില്ല. കാര്യം കർത്താവ് ഉദ്ദേശിച്ച പ്രവൃത്തിയല്ല പലതും ചെയ്തു കൂട്ടുന്നത്. ഐക്യതയില്ലെങ്കിലും കൺവെൻഷൻ നടത്തും, ഐക്യതയില്ലെങ്കിലും പരിശ്രമം നടത്തും, ഐക്യതയില്ലെങ്കിലും മാസം നടത്തും, ഐക്യതയില്ലെങ്കിലും കൺവെൻഷൻ നടത്തും, ഐക്യതയില്ലെങ്കിലും അഭിനയിച്ചൊരു വേദിയിൽ ഇരിക്കാം, ഒരു കസരിൽ അപ്പുറം ഇപ്പുറം ഇരിക്കാം. കർത്താവ് അവസാനം പറയും എനിക്ക് നിന്നെ അറിയില്ല. കുടഞ്ഞ് വസ്ത്രം കുടഞ്ഞു കളഞ്ഞിട്ട് അവൻ ജാതികടുക്കിലേക്ക് പോയി. അവിടെ പ്രസംഗിച്ചു. അസംഖ്യം പേർ രക്ഷപ്പെട്ടു പുറത്തു വന്നു. അസംഖ്യം പേർ വെളിയിൽ വന്നു, രക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെ ഒരു കൂട്ടം വലിയ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞവർ, വലിയ യഹൂദന്മാരെന്ന് പറഞ്ഞവർ, പ്രമാണം പഠിച്ചെന്ന് പറഞ്ഞവരെല്ലാം ദുഷിച്ചു. ഹലോ, അവരെ ദുഷിച്ചു, അവരെ എതിർത്തു. പക്ഷെ അവർ അത് വിട്ടിട്ട് പൗലോസ് ജാതികളുടെ അടുക്കിലേക്ക് പോയി. അവർ യേശുവിനെ കൈക്കൊണ്ടു. ഇപ്പൊ സഭയിൽ ഇരിക്കുന്ന ആരാന്നറിയാമോ? സമൂഹം തള്ളിക്കളഞ്ഞവർ. അതാ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചേ. ലോകത്തിൽ ഭോഷത്വമായവ ദൈവം തിരഞ്ഞെടുത്തു, ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുത്തു, ലോകത്തിന് ഭോഷത്വമായതിനെ ദൈവം തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പോൾ പ്രമാണം സംബന്ധിച്ച്, ന്യായപ്രമാണം സംബന്ധിച്ച് ബാല്യകാലം മുതൽ ഞങ്ങൾ പഠിച്ചവരാ നൂറ്റം കൊണ്ടുവന്ന യഹൂദന്മാർ യേശുവിനെ തള്ളി പറഞ്ഞതുപോലെ ഞങ്ങൾ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചതാ. ഞങ്ങൾ ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട്, ക്രിസ്ത്യത്തിൽ വളർന്നത് കൊണ്ട് പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്ന കവല പ്രസംഗവും പരസ്യവും കൺവെൻഷനും ഒന്ന് കേൾക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ഇവന്മാർക്ക് ഭ്രാന്താന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ സമൂഹത്തിൽ തള്ളപ്പെട്ട ഒരു മറ്റും കൂട്ടരെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ പേര് ദൈവത്തിന്റെ ജനം. ഇന്നും കവലകൾ തോറും പ്രസംഗിക്കുന്നവരെ കണ്ടിട്ട്
പഠിപ്പിക്കുന്ന, ആത്മഹത്യ ചെയ്യല്ലേ പരിഹാരമുണ്ടെന്ന് പഠിപ്പിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകല്ലേ നിത്യസമാധാനമായ രക്ഷകനുണ്ടെന്ന് പറയുന്ന, ലോകത്തിന് സമാധാനം മാത്രം പ്രസംഗിക്കുന്ന, ശല്യക്കാരല്ലാത്ത ഒരു ഭീകര പ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത സമൂഹത്തെ ഇന്നും തെരുവിൽ കല്ലെറിയപ്പെടുന്നുണ്ടെങ്കിൽ, അഭിവൃദ്ധിപ്പെടുത്തപ്പെടുന്നുണ്ടെങ്കിൽ, എതിർക്കപ്പെടുന്നുണ്ടെങ്കിൽ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു. പൗലോസ് രണ്ടായിട്ട് സമൂഹത്തെ തിരിച്ചു. ഒന്ന്, രക്ഷിക്കപ്പെടുന്നവരും, ക്രൂശിന്റെ വചനം കേട്ടിട്ട് രക്ഷിക്കപ്പെടുന്നവർ. വേറൊരുവർ അതേ വചന നിമിത്തം നശിച്ചു പോകും. അത് കൈക്കൊള്ളാത്തതിന്റെ നിമിത്തം, അത് അനുസരിക്കാത്തതിന്റെ നിമിത്തം, അതിനെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കാത്ത നിമിത്തം സ്വന്തം നാശത്തിന് സ്വയം ഉത്തരവാദിയാകുന്നു. വികാരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടി. അതിനാൽ ഈ സഭ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുണർത്തുന്നത്. ശ്രദ്ധിച്ച എല്ലാരും, യഹൂദന്മാർ തള്ളിയില്ലേ, എതിർത്തില്ലേ, ദുഷിച്ചില്ലേ? അപ്പൊ അവിടുന്ന് അവരെ വിട്ടേച്ച് വസ്ത്രം കുടഞ്ഞു കളഞ്ഞിട്ട് ജാതികളിലേക്ക് അത് പ്രസംഗിച്ചു. സമൂഹം തള്ളിക്കളഞ്ഞ വാണിജ്യത്തിനും മെത്തുമായി പലയിടത്തുനിന്ന് വന്ന് കാർത്ത വരുത്തർ, പരദേശികൾ, ജാതിയർ, യവനഭാഷ, ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവർ, വലിയ പള്ളി പ്രമാണം അറിയാതെ പറയാൻ കഴിവില്ലാത്തവരൊക്കെ സഭയ്ക്കകത്ത് പിടിച്ചുകൊണ്ടാക്കി ഒരുമിച്ചിരുത്തി ഒരുമിച്ച് പാടാനും വചനവും പഠിപ്പിച്ചു കഴിയുമ്പോൾ ഇച്ചിരി അറിവ് കിട്ടിയപ്പോ നിലപാടങ്ങ് മാറി. ആരും മിണ്ടിയില്ല. ഇച്ചിരിയൊക്കെ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ മനസ്സിലായി വന്നപ്പോ നമ്മുടെ ധാരണ ഇപ്പൊ നമ്മളാണ് ജ്ഞാനികളെന്ന്. ഉലകത്തിൽ നിരവധി ജ്ഞാനികൾ ഉണ്ടായിട്ടും അവരെ ലജ്ജിപ്പിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത ഭോഷത്വമായ, ലോകത്തിന് കണ്ണിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, ലോകത്തിന് വേണ്ടാത്തവരായ പലരും ദൈവം തെരഞ്ഞെടുത്ത് ഇതിനകത്താക്കിയപ്പോൾ മിടുക്ക് കാണിക്കാൻ വരുന്ന സ്ഥലത്തിന്റെ പേരല്ല സഭ. നിന്റെ മിടുക്ക് കാണിക്കുന്ന സ്ഥലമല്ല സഭ. നീ ജയിക്കാൻ ശ്രമിക്കുന്ന സ്ഥലമല്ല സഭ. എന്റെ ഹൃദയത്തെ പിടിച്ചുകൊലിക്കിയ ഒരു ചോദ്യമുണ്ട് 13-ാമത്തെ വാക്യത്തിൽ. വായിച്ചേ. മതി, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ മുറിച്ചു കൊടുത്തോ? അതിന് കാരണം എന്താണെന്നറിയാമോ? അവിടെ വലിയൊരു പ്രശ്നം വന്നു. ചിലർ പൗലോസിന്റെ പക്ഷക്കാർ, ചിലർ അപ്പലോസിന്റെ പക്ഷക്കാർ, ചിലർ കേഫാവിന്റെ അഥവാ പത്രോസിന്റെ പക്ഷക്കാർ. തീർന്നില്ല, യേശുവിന്റെ പക്ഷക്കാർ. എല്ലാരും ഉണ്ടോ? പ്രസംഗ വിഷയം ഇത്തരത്തിലായോണ്ട് എല്ലാവരുടെ മുഖത്തൊരു വല്ലാത്ത ഗൗരവം. പൗലോസിന്റെ പക്ഷക്കാർ, അപ്പലോസിന്റെ പക്ഷക്കാർ, പത്രോസിന്റെ പക്ഷക്കാർ. അതിനകത്ത് പിന്നെ കർത്താവിന്റെ പക്ഷക്കാരും ഉണ്ട്. ഒരു ആശ്വാസമുണ്ട്. അവര് ഞങ്ങള് യേശുവിന്റെ പാർട്ടിയാണ്, ഞങ്ങൾ ഈ കർത്താവോട് ഏറ്റവും അടുത്ത പുള്ളികളാണ്. എന്നാലും മൊത്തം പക്ഷമാണ്. ഇന്നത്തെ ജനത്തിന് മനസ്സിലാക്കണമെങ്കിൽ വേറെ പേര് പറയാം. പൗലോസിന്റെ പാനലുകാർ, അപ്പലോസിന്റെ പാനലുകാർ, പത്രോസിന്റെ പാനലുകാർ. യേശു ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു പാനൽ യേശുവിന്റെ പേരിലും. ഇന്നത്തെ ബന്ധുക്കോസർക്ക് പിടുത്തം കിട്ടണേ അങ്ങനെ പറയണം. ഇത് അതിനകത്ത് വന്നു. തുടങ്ങിയപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. രക്ഷിക്കപ്പെട്ടു വന്നതേ ഇതിനല്ല. സഭയ്ക്കകത്ത് വന്നപ്പോൾ ഇതൊന്നും അറിയില്ല. ഇപ്പൊ പിന്നെ ഓരോ ചേരിയ, ചിലരോട് കൂട്ട്, ചിലരെ ഫോൺ വിളി, ചിലരോട് മാത്രം സംസാരം, ചിലർക്ക് വേണ്ടി നിൽക്കുക, ചിലർക്ക് വേണ്ടി വാദിക്കുക, ചിലർ പറയുന്നത് വേണ്ടി ശരിയോ തെറ്റോ ഇല്ലെങ്കിലും ജയ് വിളിക്കുക. എന്നിട്ട് ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കുക. എന്നിട്ട് ലോകത്തോട് പറഞ്ഞ് യേശു ജീവിക്കുന്നെന്ന് വിളിച്ചു പറയുക. യേശുവിൽ ജീവിക്കാത്തവൻ യേശു ജീവിക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ പ്രസംഗത്തിന് എവിടുന്നാ ജീവൻ? ആ ചോദ്യം ഈ കാലഘട്ടത്തിലെ മുഴുവൻ ക്രൈസ്തവ ജനങ്ങളും കേൾക്കുന്ന ഒരു ചോദ്യം. ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? ക്രിസ്തുവിനെ പീസ് പീസായിട്ട് മുറിച്ചോ? ക്രിസ്തുവിന്റെ ശരീരം പുതിയ നിയമ വീക്ഷണത്തിൽ സഭയല്ലേ? എല്ലാം മിണ്ടാതിരിക്കുന്നേ സഭയല്ലേ? എന്നൊരു ചോദ്യം എന്നാ? ഇത് സഭ പിളർത്തുന്നതിനും പിളർന്നു വേറെ തുടങ്ങുന്നതിനും അപ്പുറം ഒന്ന് തുടങ്ങുന്നതിനും ഇപ്പുറം തുടങ്ങുന്നതിനും
ഒരു ശങ്കയില്ല. എന്നിട്ട് അതിനകത്തെല്ലാം ദൈവത്തിന്റെ പേരിടും. പക്ഷെ പ്രമാണം അതിനനുവദിക്കുന്നില്ല. അന്ന് ഓരോ സഭയും ഓരോ ദേശത്തിന്റെ മേലെ അറിയപ്പെട്ട്, കൊരിന്ത്യ സഭ, ഗലാത്യ സഭ, റോമിലെ സഭ, എഫെസോസിലെ സഭ. ഹലോ, ഇന്നോ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ മുഴുവൻ പേരും തീർന്നിട്ട് ഇപ്പൊ ഗ്രീക്ക് അക്ഷരങ്ങളുടെ പേരും കൂടെ എടുത്തിട്ട് അരാമയും കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ക്രൈസ്തവ ജനത്തിന്റെ സംഖ്യാക്രമം ഒന്നും വർദ്ധിക്കുന്നില്ല. ഇന്ത്യയിലെ ജനത്തിന്റെ ക്രിസ്ത്യാനികളുടെ എണ്ണമൊന്നും വർദ്ധിക്കുന്നില്ല. പക്ഷെ അവിടെ ഇവിടെ അടുത്തൊക്കെ പൊട്ടിപ്പിളന്ന് കീറി മുറിച്ച് സ്ഥാപിച്ച് അവനവന്റെ സ്വാർത്ഥ ഇഷ്ടത്തിന് വേണ്ടി പക്ഷം തിരിഞ്ഞ് കർത്താവിന്റെ ശരീരത്തെ കീറി മുറിക്കുന്നവനോട് പൗലോസ് ചോദിച്ച ചോദ്യം ഒരു അമ്പ് കുത്തി കേട്ടവനെ മുറിവായിട്ട് കേൾക്കണം. ക്രിസ്തു വിവരിക്കപ്പെട്ടുവോ? ഭിന്നത, അതാണ് അവിടുത്തെ പ്രശ്നം. ഭിന്നത എന്ന വാക്കിന് മൂലപദത്തിൽ നിന്ന് മലയാളിവൽക്കരിച്ചാൽ ചീന്തൽ എന്നാണ്. ചീന്തൽ, വലിച്ചു പിളർത്തിക്കളയുക എന്നാണ്. പിളർത്തുന്ന എന്തിനാന്ന് മറക്കരുത്. ഹലോ, പിളർത്തുന്നത് എന്തിനാന്ന് മറക്കരുത്. അത് ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ അതിനേക്കാൾ വേദന അവർ വേറൊന്നുമില്ല. 1:13 ക്രിസ്തു ക്രിസ്തു വഹിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ഓരോ പേരിലും ഓരോ കൊച്ചു പീസായിട്ട് പല പേരുകളിൽ ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നതൊന്നും ദൈവഹിതമാണെന്നൊന്നും വചനത്തിൽ കാണിക്കാനില്ല. ഐക്യതയോടല്ലല്ലോ ആരും അപ്പുറത്ത് തുടങ്ങുന്നേ, ആണോ? അങ്ങനെ ഒന്നിനെ ഞാൻ കണ്ടിട്ടുമില്ല. കോവിഡ് ആയിട്ട് പോലും, കോള് തുറക്കാനും ആരാധിക്കാനും പറ്റാതിരുന്നിട്ട് പോലും കോവിഡ് കാലഘട്ടത്തിൽ പിളർന്നിട്ടുള്ള സഭ വരെ നമുക്ക് പരിചിതമാണ്, അധികം അകലെയല്ലാതെ. അതിനെന്ത് ഓർത്തു നോക്കിക്കേ. കോവിഡ് കൊണ്ട് എന്ത് പാഠം പഠിച്ചു? സുനാമി കൊണ്ട് എന്ത് പാഠം പഠിച്ചു? ഓക്കി കൊണ്ട് എന്ത് പാഠം പഠിച്ചു? നീ റീത്തേം കർത്തിനെ മാറ്റി സൂസമ വന്നാലും പാഠം പഠിക്കുന്നു. നമ്മുടെ ആൾക്കാർ പാഠം പഠിക്കണം. കാര്യം നമ്മൾ ഇങ്ങനെ ശീലിച്ചു വരികയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലയോ അടുത്ത സഭ, നിനക്ക് നീ പോ, ഞാൻ അടുത്ത പരിപാടി. എനിക്ക് പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ എന്റെ കൂടെ ആളുണ്ടെങ്കിൽ, ഞാൻ 3 പേരുണ്ടെങ്കിൽ അടുത്തൊരു സഭ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പുതിയ പ്രവർത്തനം തുടങ്ങിയ ആദ്യത്തെ ഒരാളോ രണ്ടാളോ വന്ന് 1-2 പേരെ ഇരുത്തിക്കൊണ്ട് ആരാധിക്കുന്നതിന് നമുക്കൊരു സംതൃപ്തിയുണ്ട്. ശൂന്യതയിൽ നിന്ന് ഒന്നുമില്ലാത്തടുത്ത് സുവിശേഷം പ്രചരിപ്പിച്ചിട്ട് ഞാനായിട്ട് സുവിശേഷം പറഞ്ഞൊരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ, അവിടുന്ന് പുലർത്തിക്കൊണ്ട് 3 പേരെ വെച്ച് 30 വർഷം ഇങ്ങനെ ട്രം അടിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ വയ്യ. പക്ഷെ അത് പറ്റുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആൾക്കാർക്ക്? നിങ്ങൾക്ക് എന്നോട് യോജിക്കാൻ വയ്യാന്നോ ഇങ്ങനെ നോക്കുന്നുണ്ട്. വചനം പഠിച്ചു വരുമ്പോൾ പലതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഇതിനോടൊക്കെ ശീലിച്ചു പോയാൽ നമുക്ക് ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുന്നെങ്കിലും വചനം പഠിച്ചു വരുമ്പോൾ ഇതിനോടൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. ക്രിസ്തുവിന്റെ ശരീരം വിഭജിക്കപ്പെട്ടോ? ഇല്ല. പിന്നെന്തിനാ കൊരിന്ത് സഭ? പിന്നെന്താ പെന്തക്കോസ്ത് സഭ? പിന്നെന്തിനാ IPC, ചർച്ച് ഓഫ് ഗോഡ്, AG ഷാരോ? എന്തിനാ ഇതിനകത്ത് കലകം? എന്തിനകത്ത് അഭിപ്രായ വ്യത്യാസം? അന്നേരം ഇങ്ങനെ ആ അഭിപ്രായ വ്യത്യാസം വന്നാൽ അതിങ്ങനെ വെച്ചു പുലർത്തി പക്ഷം തിരിഞ്ഞ് നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ആരെയാ പ്രസംഗിക്കുന്നത്? നിങ്ങൾ അഭിനയിക്കുകയാണെന്നല്ലേ പൗലോസ് പറയുന്നത്? നിങ്ങൾ പ്രസംഗിക്കേണ്ടവരെ അല്ല പ്രസംഗിക്കുന്നത്. ഇനി 11-ാം വാക്യത്തിൽ എനിക്ക് ഭയങ്കര ചിന്ത തോന്നിയ ഭാഗ്യം. എന്തുകൊണ്ട്? ആണ്ടോ? പിണക്കം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? കൈ നോക്കണ്ട. പിണക്കമുണ്ടെന്ന് ആരാ? ക്ലോവയുടെ ആളുകളാൽ. ഈ പുള്ളിയുടെ പേരെന്നാ അവിടെ പറഞ്ഞേ? എല്ലാരും ഉണ്ടോ? ക്ലോവയുടെ ആളുകളാൽ. അങ്ങനല്ലേ പറയും? ക്ലോവയുടെ ആളുകളാൽ എനിക്ക് സഭയ്ക്കൊരു ദോഷം വരാൻ പോവുകയാണ്. പക്ഷെ അത് കണ്ടിട്ട് അടങ്ങിയിരിക്കാൻ കഴിയാതെ ശുശ്രൂഷകനെ അറിയിച്ചു. പാസ്റ്റേ, ഹലോ പാസ്റ്റേ, ഇന്നത്തെ ആൾക്കാർ പറഞ്ഞ കണക്കല്ല. പാസ്റ്റർ അറിഞ്ഞോ?
അറിയില്ലേ? കണക്കുണ്ട്. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല. പൗലോസ് പുള്ളിയുടെ പേര് പ്രസിദ്ധപ്പെടുത്തി. അപകടങ്ങളിൽ സഭയോ കുടുംബമോ വ്യക്തിയോ പാപത്തിലേക്ക് പോകുന്നെന്ന് അറിഞ്ഞാൽ നമ്മൾ പറയും, ആരടുത്തും പറയല്ലേ, ആരോടും മുണ്ടല്ലേ. നീ പറഞ്ഞാലും പറയും, ഞാൻ പറഞ്ഞല്ലേ എന്റെ പൊന്നുവാസ. അത് നിമിത്തം ഒരു ദോഷം വരുന്നെങ്കിൽ വരട്ടെ, പക്ഷെ ആ വ്യക്തിക്കോ കുടുംബത്തിനോ അപകടം വരില്ലല്ലോ. ഇവിടുണ്ടോ ആൾക്കാർ? പൗലോസ് ആ പറഞ്ഞ വ്യക്തിയുടെ പേര് എഴുതി തിരിച്ചു കൊടുത്തിട്ട് കത്തിലെഴുതി, എന്നോട് പറഞ്ഞത് ക്ലോവയുടെ ബന്ധുക്കളാണ്. എന്നിട്ട് അവരുടെ പ്രത്യേകത എന്നാ? എന്തേലും വരുന്നെങ്കിൽ അവന് വരട്ടെ, അവനല്ലേ പാപത്തിൽ പോകുന്ന, അവളല്ലേ പോകുന്ന, പിള്ളേരല്ലേ, അവരുടെ മക്കൾ, അവർക്കായിക്കോട്ടെ, അവന് തലയിൽ കയറിക്കോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ച് തിരിക്കാതെ അവർ നശിച്ചു പോകരുത്, സഭ നശിച്ചു പോകരുത്, കുടുംബങ്ങൾ ചിതറിപ്പോകരുത്, വ്യക്തികൾ നശിച്ചു പോകരുത്, പാപം ചെയ്തവർ വീണ്ടും പാപത്തിലേക്ക് പോയി തിരിച്ചു കൊണ്ടുവരണം അറിഞ്ഞിട്ട് ഉത്തരവാദിത്തമുള്ളവരെ അഡ്രസ് ചെയ്ത് അറിയിച്ചു. ഞാനാണ്, എന്റെ കുടുംബമാണെന്ന് പറയുന്നത് പറഞ്ഞു. പക്ഷെ അടിയന്തരമായി ദൈവദാസൻ ഇതിനകത്തൊന്ന് ഇടപെടണം. എത്ര പേർക്കുണ്ട് ഈ ചങ്കൂറ്റം? നമ്മൾ പാപത്തെ മൂടിവെക്കാൻ പരമാവധി, ഭിന്നതയെ മൂടിവെക്കാൻ പരമാവധി, അനൈക്യതയെ മൂടിവെക്കാൻ പരമാവധി, അഭിപ്രായ വ്യത്യാസങ്ങളെ മൂടിവെക്കാൻ പരമാവധി ശ്രമിക്കുന്നതോറും വീണ്ടും കുടുംബവും സഭയെല്ലാം വിഭജിക്കപ്പെടും, ചീന്തൽ പിളർപ്പിന് ഇടവരും. അതുകൊണ്ട് ക്ലോവയുടെ ആൾക്കാർ അറിവ് കിട്ടി പൗലോസ് എഴുതിയ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ഞാൻ അറിയുന്നു. പിണക്കം ഗ്രീക്കിൽ ഐറിസ് എന്നൊരു പദമാണ്. അതൊരു ദേവതയുടെ പദമാണ്, ഒരു ദേവതയുടെ പദം. അവിടുത്തുകാർക്ക് അത് പിടുത്തം കിട്ടും, വിളക്കടിക്കാർക്ക് പിടുത്തം കിട്ടിയില്ലല്ലോ. മലയാളികൾക്ക് പിടിത്തം കിട്ടിയില്ലെങ്കിൽ കൊരിന്ത്യക്കാർക്ക് ഐറിസ് എന്ന് പറഞ്ഞാൽ പിടുത്തം കിട്ടും. അത് ദേവതയുടെ പേരാണ്. അത് പിണക്കം എന്ന് പറഞ്ഞെടുത്ത് അതേ പദം പറയുമ്പോൾ അവിടുത്തെ യഥാർത്ഥത്തെ പരിചയപ്പെടുത്താതെ പിടുത്തം കിട്ടുന്നത് പിണക്കത്തിന്റെ പിന്നിൽ, അനൈക്യതയുടെ പിന്നിൽ, ചേരുതിരിവിന്റെ പിന്നിൽ ദൈവാത്മാവല്ല വേറൊരു ശക്തിയുണ്ട്. ലോകത്തെ ഭരിക്കുന്ന അന്യാരാധന ശക്തി, പിണക്കത്തിന്റെ ശക്തി, വൈരാഗ്യത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തി സഭയ്ക്കകത്ത് വന്നെങ്കിൽ ദൈവസഭ സൂക്ഷിക്കണം. കുടുംബത്തിനകത്ത് ഭിന്നത, അഭിപ്രായ വ്യത്യാസം, യോജിപ്പില്ലായ്മ ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്റെ അകത്ത് വ്യക്തി, സഹോദര സഹോദരി തമ്മിൽ ഭിന്നത ഉണ്ടെങ്കിൽ നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവല്ല മറ്റൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വചനം പറയുന്നു. ഭിന്നതയുള്ള ഏത് നേതൃത്വം, ഏത് സമിതിയെ ഭരിച്ചാലും, ഏത് സംഘടനയെ ഭരിച്ചാലും, എത്ര കൺവെൻഷൻ നടത്തിയാലും, എത്ര ക്രൂശൽ നടത്തിയാലും, ഭിന്നതയുണ്ട് പ്രസിദ്ധമാക്കി വീണ്ടും വീണ്ടും പേര് വരുത്തക്കണ എന്തൊക്കെ സമൂഹത്തിൽ കാട്ടിക്കൂട്ടിയാലും വചനം പറയുന്നു, അവരെ നിയന്ത്രിക്കുന്നത് ദൈവാത്മാവല്ല, അതിന്റെ പിന്നിൽ വേറൊരു ആഭിചാര ശക്തിയാണ്. പന്ത്രണ്ടാം വാക്യത്തിൽ നേതാക്കന്മാരുടെ പക്ഷമായി അല്ലേ? ആയില്ലയോ? പൗലോസിന്റെ പക്ഷമുണ്ട് ഇല്ലയോ? പൗലോസിന്റെ പക്ഷമുണ്ട്, അപ്പൊലോസിന്റെ പക്ഷമുണ്ട്. ഒരു ചെറിയ ആശ്വാസം, ക്രിസ്തുവിന്റെ പക്ഷക്കാരും ഉണ്ട്. ക്രിസ്തുവിന്റെ പക്ഷക്കാരും. അപ്പൊലോസ് ഭയങ്കര വാക്സാമർത്ഥ്യമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് വാക്സാമർത്ഥ്യമുള്ള വ്യക്തികളോടുകൂടെ കുറെ ആൾക്കാർ നിന്നു. വാക്സാമർത്ഥ്യമുള്ള ആളാന്ന് പറഞ്ഞു. പത്രോസോ ഒന്നാമത്തെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000-ലധികം പേരെ വെള്ളത്തിലിറക്കിയ നല്ല ഒന്നാം തരം ഉണർവ് പ്രാസംഗിക. അദ്ദേഹത്തെ പോലെ അന്നേരം ഞങ്ങളുടെ സഭ സ്ഥാപിച്ച പുള്ളി, ഇപ്പോഴും പുള്ളിയാണ് മനസ്സിൽ. അങ്ങനെ പുള്ളിയുടെ മക്കളുടെ ആൾക്കാർ ഇവരാരും അവിടെ ഇല്ലേ? ഈ ഉപദേശിമാർ ഭിന്നത വരുത്തിയെന്നല്ല, ഇവര് വെറുതെ ഇവരെ പേര് പറയാം. അപ്പൊലോസാണ്, പൗലോസാണ്. പൗലോസാണെങ്കിൽ വലിയ വാക്സാമർത്ഥ്യം ഒന്നില്ല, ഉപദേശപരമായ അറിവും ഞാനും സഭയെ നേർവഴിക്ക് നടത്തുന്ന ഒരാളാണ് പൗലോസിന്റെ ആൾക്കാർ. അടുത്തത് പറഞ്ഞിരിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ആൾക്കാർ. അത് പ്രഥമ ദൃഷ്ടിയിൽ അവർ അപ്പൊലോസിന്റെ ആൾക്കാരല്ലാണോ? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ശബ്ദം ഉയർത്തി.
ക്രിസ്തുവിന്റെ പക്ഷക്കാർ. എന്നാൽ ഇവരെ പ്രഥമ ദൃഷ്ടി കണ്ട ഇവർ ഭക്തരാണ്. ഇവർ പറയും ഞങ്ങൾ ഒരു പക്ഷത്തിലും ഇല്ല, ഞങ്ങൾ ഒരു പക്ഷത്തിലും ഇല്ല. അപ്പോലോസിന്റെ പക്ഷത്തിൽ ഞങ്ങൾ, അപ്പോലോസിന്റെ പാനലിൽ ഞങ്ങളില്ല, പൗലോസിന്റെ പാനലിലും ഞങ്ങളില്ല, കേഫാവിന്റെ പാനലിലും ഞങ്ങൾ കർത്താവിന്റെ ആൾക്കാർ. സഭയിൽ ഇങ്ങനെ ആൾക്കാരുണ്ട്, ഞങ്ങൾ ഒരു പക്ഷക്കാരും അല്ല, പക്ഷെ ഞങ്ങൾ കർത്താവിന്റെ ആൾക്കാർ, ഞങ്ങൾ യേശുവിന്റെ അടുത്ത പുള്ളികളാണ്. എന്നിട്ട് അവർ ആത്മീകരാണ് എല്ലാവരുടെയും കാഴ്ചപ്പാട്. ഹലോ, ശ്രദ്ധിച്ചു കേൾക്കണേ, അവർ ആത്മീകരാണ്. ആരുടെ കരിമ്പറത്തിലും അങ്കലത്തിലും വിഷയത്തില് സൂക്ഷ്മമായി നിരീക്ഷിച്ച എല്ലാത്തിനും ഇവരുണ്ട്. ഒന്നിനും ഇല്ല, ഇവർ ഭക്തരാണ്. പക്ഷെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇവരെല്ലാത്തിലും ഉണ്ട്. പ്രത്യക്ഷത്തിൽ നിഷ്പക്ഷം കർത്താവിന്റെ പക്ഷം. ഭക്തർ ഉപവാസം പ്രാർത്ഥനയൊക്കെയാന്ന് പറയും, യേശുവിന്റെ പക്ഷക്കാർ അവർ ദൈവഭക്തരാന്ന് പറയും. അങ്ങനെയുള്ളത് ശ്രദ്ധിച്ചാൽ മതി. ഒരാഴ്ച മുഴുവൻ മീറ്റിംഗ് നടന്നു, യേശുവിന്റെ പക്ഷക്കാരാണ്. ഒരു ഒരാഴ്ച മുഴുവൻ മീറ്റിംഗ് നടന്നു, ഒരു ദിവസം നടന്നില്ല. ആള് മുഴുവൻ ക്രിസ്തുവിന്റെ അളിയനാണ്, കുടുംബത്തിൽ പുറമേയായിട്ട് വരും. പക്ഷെ സഭയിൽ ഒരു പരിപാടിക്കും പൗലോസിന്റെ ആളും അല്ല, പത്രോസിന്റെ ആളും പാസ്റ്ററുടെ കൂടെ ഒന്നും അല്ല, കർത്താവ് ഞങ്ങളുടെ കൂടെ. പക്ഷെ കർത്താവിന്റെ ഒരു പരിപാടിക്കും പുള്ളി ഇല്ല. പിന്നെ ഞായറാഴ്ച കാണും. സ്തോത്ര ഹല്ലേലൂയ. ചിലതിനെ ഞായറാഴ്ചയും കാണുന്നില്ല. എന്തൊരു മൗനം! ചിലത് എങ്ങോട്ട് പോയെന്നോ, തെക്കോട്ട് പോയെന്നോ, വടക്കോട്ട് പോയെന്നോ സഭയിൽ ഉപദേശിക്കും അറിയത്തില്ല. പെണ്ണും വിളിക്കും ഭർത്താവിനും എങ്കിലും അറിയാമെങ്കിൽ ആമേൻ സ്തോത്രം. യേശുവിന്റെ പശക്കാണ്. ഇവിടെ കണ്ടോ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നേ? എനിക്കറിയില്ല. എല്ലാ സഭയിലും ഉണ്ട് ഇങ്ങനെ ആൾക്കാർ. ഒരു ഉത്തരവാദിത്വം ഇല്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇടമീറ്റിംഗ് നടന്നാൽ അതവർക്ക് അറിയില്ല, അത് അവരുടെ വിഷയമല്ല. പക്ഷെ യേശുവിന്റെ ആൾക്കാരാ. ആരും മിണ്ടുന്നില്ല, പണങ്ങി. നമുക്കിതൊന്നൊരു വിഷയം തന്നെ. സഭയിലെ ബുധനാഴ്ച പ്രാർത്ഥന നമുക്ക് വിഷയമല്ല, വ്യാഴാഴ്ച പ്രാർത്ഥന നമുക്ക് വിഷയമല്ല, വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന ഒന്നും വിഷയമല്ല. ഞായറാഴ്ച കുറച്ചെണ്ണം വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സഭായോഗം ഉപേക്ഷയായി വിചാരിക്കരുതെന്നൊരു വാക്യം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ട് പൗലോസിന് നന്ദി ഹൃദയപൂർവ്വം ഹൃദയഭാഷയിൽ എൻ്റെ സഭയുടെ നന്ദി പൗലോസിന് അറിയിച്ചു. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ പോലെ. അതുകൊണ്ടാണ് ഇത്ര ആളിനെങ്കിലും വെള്ളിയാഴ്ച ബുധനാഴ്ച കാണാത്തതിനൊക്കെ ഞായറാഴ്ചയെങ്കിലും സ്തോത്രം പറഞ്ഞിട്ടിരുന്ന. സഭായത്തിന് വന്നിട്ട് വെളും വെള്ളിയാഴ്ച ഇല്ലാതെ പുള്ളി വേദിക്കരുന്ന് എന്തെങ്കിലും പറഞ്ഞു കളയുന്നേ. ഞങ്ങൾ ഉപദേശിമാർക്ക് അങ്ങനെ പാവങ്ങളാന്നേ. നിങ്ങൾ 3-4 പേര് ഒത്തിട്ടങ്ങ് വഴക്ക് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ അങ്ങ് അണയും. 4 കുറ്റം പറഞ്ഞാൽ മതി, ഞങ്ങൾ തന്നെ അങ്ങ് ഇതാവും. ഞങ്ങളെ അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. ഗുണം ചെയ്യുമ്പോൾ ഉള്ള സ്നേഹമുള്ളു എന്തെങ്കിലും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തുവിന്റെ പക്ഷക്കാരെ കൊണ്ട് ഇപ്പൊ നടക്കാൻ വയ്യ. പക്ഷെ ക്രിസ്തു പറയുന്ന എനിക്കറിയില്ല. അറിയൂ, നീ ആര്? എനിക്കറിയാം. ഇന്നെല്ലാം ക്രിസ്തുവിന്റെ ആൾക്കാരാണ്. ഭക്തന്മാര് ഭക്തിയോടെയും ശക്തമായ അർത്ഥത്തോടെയും പാടിയ പാട്ടാ. പക്ഷെ ഇന്നത് പാടുന്നു വല്ലാത്തൊരു അർത്ഥത്തില്ല. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, പല വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ വിക്രിയകൾ. നിന്റെ പേരിലല്ലേ, അവരുടെ പേരിലല്ലേ കൺവെൻഷൻ. അകത്തുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് പരിഹരിക്കാൻ പറ്റാത്തവൻ എന്നാ കൺവെൻഷൻ നടത്തുന്നത്? ഞാൻ പറഞ്ഞില്ലേ, പരസ്യം നടത്തി ഒരുമിച്ച് നടത്തിയവൻ അഭിപ്രായ വ്യത്യാസം പിരിഞ്ഞിട്ട് വീണ്ടും പരസ്യം നടത്തും. ഇവരാരും പ്രസംഗിക്കുന്ന എന്നെ പരസ്യം നടത്തിയിട്ട് മറ്റവർ അവിടെ നിന്ന് പരസ്യം നടത്തി, ഇവർ ഇങ്ങോട്ട് പരസ്യം. ഞാൻ കള്ളം പറയല്ലെന്ന്. 10, 40, 50 പേരായിട്ട് പരസ്യം നടത്താൻ ഇറങ്ങി ആള് കൂടി വന്നിച്ച് അഭിപ്രായ വ്യത്യാസം നേതാവ് കളിക്കാനായിട്ട് തുടങ്ങിയിട്ട് മൈക്ക് സെറ്റ് ഇപ്പൊ ഇല്ല, ചാർജ് ചെയ്യുന്ന മൈക്ക് കിട്ടും. 20,000 15,000 ഉണ്ടെങ്കിൽ അതിന് കിട്ടുന്നതുകൊണ്ട് അതും മേടിച്ചിട്ട് വേറെ ടീമായി. ഇപ്പൊ അവിടെ ഒരു ടീം നടത്തി, ഇവിടെ ഒരു ടീം, രണ്ടും കൂടെ വന്ന് കൂട്ടി എന്നെ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ലോകരക്ഷിതാവ്,
യേശു ക്രിസ്തു ഏക ദൈവം, സഹോദര മദ്യത്തിന് മയക്കുമെന്ന് അടിമപ്പെട്ടവനെ, നീ നരകത്തിൽ പോവും, അതിനുമുമ്പേ നീ പോവും. ഈ ഐക്യതയില്ലാതെ എന്ത് കൺവെൻഷനാണ്? ലക്ഷ്യങ്ങൾ പൊട്ടിക്കുക. പിണങ്ങിയവർ മാറി വേറെ കൺവെൻഷൻ, ഇണങ്ങിയവർ മാറി വേറെ കൺവെൻഷൻ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പരാജയം കാണുമ്പോൾ ഒരു കാര്യം ആത്മീകമായ വീക്ഷണമുള്ളവർക്ക് പറയാൻ കഴിയും, കർത്താവ് വരാറായി. മനുഷ്യപത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമെന്ന ചോദ്യം. ഇവിടെ ക്രിസ്തുവിന്റെ ഭക്തന്മാരെ കൊണ്ട് നടക്കാൻ വയ്യ. ഇപ്പൊ ഇറങ്ങിയ മൊത്തം അത് നടക്കണം, പരിശോധന നടക്കണം, അതെല്ലാം നടക്കണം. ആൾക്കാർ കുറച്ചൊരു വചനം കേൾക്കില്ല. പൗലോസ് ഫിലിപ്പിലേക്ക് പറഞ്ഞിരിക്കുന്നതല്ലേ, ക്രിസ്തുവിനെ അല്ലോ പിണങ്ങിയിട്ടായാലും അടിയിട്ടിട്ടായാലും തമ്മിലടിച്ചിട്ടായാലും കേസ് കൊടുത്തിട്ടാലും കോടതി കയറിയിട്ടാലും അവർ പ്രസംഗിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിനല്ലോ ഒരാശ്വാസം. പക്ഷെ എനിക്ക് നമ്മളോട് ചോദിക്കും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് തന്നെ ഒരു വ്യക്തതയുണ്ടോ? എന്താണ് ഈ ചെയ്യുന്നത്? സഭ വളർന്നപ്പോൾ, പ്രസ്ഥാനങ്ങളായപ്പോൾ, കെട്ടിടങ്ങളായപ്പോൾ, വസ്തുക്കളായപ്പോൾ, ആള് കൂടിയപ്പോൾ, കൺവെൻഷനുകൾ ആള് കൂടിയപ്പോൾ, നമ്മളെല്ലാം നമ്മുടെ ഉൾപ്പെടെ സമൂഹങ്ങൾ വചനത്തിൽ നിന്ന് മാറി. വലിയ ജ്ഞാനമുണ്ട്, കുഴപ്പമൊന്നുമില്ല, കൃപാവരങ്ങളുള്ളവരെ കൊണ്ടൊരു കുറവുമില്ല, എല്ലാം വർദ്ധിച്ചു വന്നിട്ട് അവസാനം ഇല്ലാത്തൊരു പ്രശ്നം ക്രിസ്തു മാത്രം അകത്തില്ല. ഒരു കാര്യം സഭ മറക്കരുത്, ലോകത്തിൽ വലിയ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാ ദൈവം മോശത്തമായിട്ട് തിരഞ്ഞെടുത്തത്. അതിന് നമ്മൾ നമ്മെ നോക്കി പറയണം, ഞാൻ ബലഹീനനായിരുന്നു, മോശനായിരുന്നു, വേണ്ടാത്തവനായിരുന്നു, കൊല്ലാത്തവനായിരുന്നു, തള്ളപ്പെട്ടവനായിരുന്നു. കർത്താവിന്റെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ കർത്താവ് കെട്ടിയിട്ടതെടുത്തുനിന്ന് എന്നെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ആരെങ്കിലും എന്റെ അടുക്കലേക്ക് വിട്ടില്ലായിരുന്നെങ്കിൽ, ആ ട്രാക്റ്റും കൊണ്ട് ആരെങ്കിലും വന്നില്ലായിരുന്നെങ്കിൽ, ആ സുവിശേഷം എന്റെ കാതിൽ എത്തിയില്ലായിരുന്നെങ്കിൽ, ആ കെട്ടിൽ തന്നെ ഞാൻ കിടന്ന് വട്ടം കറങ്ങേണ്ട അടുത്തുനിന്ന് കെട്ടടിച്ച് എന്നെ കൊണ്ടുവന്ന് കർത്താവ് എന്റെ പുറത്ത് കയറിയപ്പോൾ ഞാൻ പറയണം, ഞാനൊരു കഴുതയാ, ഞാൻ യേശു എന്റെ പുറത്തിരിക്കുന്നെങ്കിലും അതിനെ സംബന്ധിച്ച് എനിക്ക് അത്ര മാന്യത കിട്ടിയാലും ഞാനൊരു കഴുതയാ. അത് മറന്നുപോകുന്ന കഴുത. യേശു പുറത്ത് കയറിയപ്പോഴേ കഴുത അത് മറന്നുപോയി. പിന്നെ കഴുതയുടെ പേരിന്റെ മുമ്പിലൊക്കെ ഒരേ സംഭവം ചേർത്തിട്ട് വിളിക്കണം, വിളിച്ചില്ലെങ്കിൽ പരാതിയാ. പണ്ടൊരിക്കൽ ഞാനൊരിടത്ത് ഇങ്ങനെ ഒരാളെ വേദിയിലേക്ക് ക്ഷണിക്കാൻ നേരത്ത് ഞാൻ ആ ദൈവാസൻ ദൂരെ നിന്നൊക്കെ ക്ഷണിച്ചു വന്നതുകൊണ്ട് അദ്ദേഹത്തിന് പറയുന്നവരും പേരിലൊക്കെ റവറന്റ് ഒക്കെ ചേർത്തുകൊണ്ട് ഞാൻ അതിന് റവറന്റ് എന്നൊക്കെ ചേർത്ത് 2-3 നല്ല വാക്കും പറഞ്ഞ് ക്ഷണിച്ചു. പുള്ളി കയറിയിട്ട് പരസ്യമായിട്ട് എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞ്, മേലാൽ എന്നെ റവറന്റ് എന്ന് വിളിക്കരുത്, എന്നെ സുവിശേഷം എന്ന് വിളിച്ചാൽ മതി, എന്നെ ഇത്രയും പുകഴ്ത്തണ്ട. ഞാൻ അങ്ങ് വല്ലാതായിപ്പോയി. ആ മീറ്റിങ്ങിന്റെ അവസാന ദിവസം വേറൊരു അതിഥി വന്നപ്പോ എനിക്ക് ആദ്യത്തെ ഭയം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ഈ പുള്ളിയെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, വാക്കുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ലാത്ത ദൈവദാസനെ ശുശ്രൂഷയ്ക്കാണ് ക്ഷണിക്കുന്നത്. പുള്ളി കൊണ്ട് കയറി എന്നിട്ട് പറഞ്ഞ്, ലോകം അറിയപ്പെടുന്ന 4 ആൾ അറിയുന്ന, എനിക്ക് MDH PhD ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇത്രയാളുള്ള എന്നെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാണോ റവറന്റ് എന്ന് വേണം, എന്നെ വെറുതെ പാസ്റ്റർ എന്നല്ല വിളിക്കേണ്ടതെന്ന് ഞാൻ വീണ്ടും. ഇപ്പൊ എന്നാ ചെയ്യാനാ? ഇല്ല, പാട്ടുകാരൻ പറഞ്ഞാൽ എന്നാ ഇപ്പൊ ചെയ്യാനാ, ഒന്നും എന്നാ പറയാനോ, എന്നാ ഇപ്പൊ ചെയ്യാനാ, ഒന്നും പറ്റാത്ത സ്ഥിതിയാ. ക്രിസ്തു കയറിയപ്പോ കിട്ടിയ വേഷം, ക്രിസ്തു കയറിയപ്പോ കിട്ടിയ മാന്യത. ഞാൻ ചിന്തിക്കും, കർത്താവിനെ അറിയാതിരുന്നെങ്കിൽ ഇതുപോലെ വേദികളിലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? പ്രസംഗിക്കാൻ പറ്റുമോ? സ്കൂളിൽ തന്നെ പ്രസംഗ മത്സരത്തിന് സാറ് പേര് കൊടുത്ത് ഉന്തി തള്ളി വിട്ടിട്ട് 3-ാം മിനിറ്റ് മുട്ടടിച്ച് തല കറങ്ങിയിട്ട് നാരങ്ങ വെള്ളവും മുഖത്ത് വെള്ളം 2 ലിറ്റർ വെച്ചിട്ടാണ് എനിക്ക് ബോധം വന്നിട്ടുള്ള ബന്ധം. ഇന്ന് 1.5-2 മണിക്കൂർ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഏതാണ്ട് സംഗതി അറിയാവുന്നല്ല, എന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപയോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇങ്ങനെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ അധിക വേദിയിൽ ഉപയോഗിക്കപ്പെടുന്ന മെച്ചരക്കാനെങ്കിലും എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, മെച്ചരക്കാൻ ഒരു കൃപയുണ്ടെങ്കിൽ ഓർക്കണം, അത്രയും കഴിവിലാണ്, അത്രയും അർഹതയില്ലായ്മ ഉണ്ടായിട്ടോ. കൃപ അർഹതയില്ലാത്തത് ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനം. അങ്ങനെ ഒരുപാട് ദാനം എനിക്ക് കിട്ടി, ഒരുപാട് വേദി
എനിക്ക് കിട്ടി, ഒരുപാട് വേദി ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ, ഒരുപാട് വേദി ഞാൻ പാടുന്നെങ്കിൽ, ഒരുപാട് എന്റെ സമപ്രായക്കാർ ഞാൻ ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ, ചങ്കത്ത് കൈവച്ചിട്ട് കൂടെ ഞാൻ പറയണോ, ഞാൻ ബലഹീനനാ, ഞാൻ ഭോഷനാ, ഞാൻ ജ്ഞാനിയല്ല, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയോ. ഒരൊറ്റ ചോദ്യമുണ്ട് പൗലോസിന്റെ, ഒരു ഉച്ചത്തിൽ ചോദിച്ചെന്ന് വേണേ പറയാം, ഇച്ചിരി കൂടെ ശബ്ദം ഉയർത്തി ചോദിച്ചോളെ. 20-ാം വാക്യത്തിൽ ഞാൻ എവിടെ വായിച്ച 20-ാം വാക്യം. അതിന് കാരണമാണ് ചോദിക്കാൻ. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. രണ്ടുപേരും കൂടെ നിൽക്കുക സഭയ്ക്കെതിരെ. മറ്റവർക്ക് ജ്ഞാനം കൊണ്ട് തെളിയിക്കണം. യേശു ക്രിസ്തു എന്നൊരുവൻ ഈ ഭൂമിയിൽ ജനിച്ചു, അവനാണ് ക്രിസ്തു എന്ന് തെളിയിക്കും. അടുത്ത ചോദ്യം, അവൻ എങ്ങനെ ജനിച്ചു? അവൻ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വലിയ നിവൃത്തിയായി കന്യകയായ മറിയ അവനെ പ്രസവിച്ചു. അപ്പം ബുദ്ധിയുള്ളവൻ കന്യക പ്രസവിക്കുവോ? ഇത് കെട്ടുകഥയാണ്. അവൻ അത്ഭുതം ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. പിന്നെ മരിച്ചവർ ഉയർക്കുവോ? 4 ദിവസം മരിച്ചു, കല്ലറിൽ നിന്ന് നാറ്റം വെച്ച ലാസനെ ഉയർപ്പിച്ചു. ബുദ്ധിയുള്ളവൻ ജ്ഞാനി പറയും, നടക്കില്ല, സംഭവിക്കില്ല. ജ്ഞാനികൾ അത് എതിർക്കാൻ തുടങ്ങി. ജ്ഞാനം കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതാ പലപ്പോഴും വിശ്വാസം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പലതിന്റെ വിശ്വാസം സംബന്ധിച്ച ഉത്തരം തലയിൽ കിട്ടത്തില്ല. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ പലതിന്റെ മറുപടി നിശ്ചയിലെ മനസ്സിലാവും. ഏറ്റവും വലിയ ദൂരം തലയും ഹൃദയം തമ്മിലുള്ളതാണ്. തലയും ഹൃദയം തമ്മിലുള്ള വചനം കേട്ടിട്ട് തല കൊണ്ട് ഏറ്റെടുക്കുന്നവൻ ഒരു കാര്യമില്ലാതെ യോഗം തീരുമ്പോൾ ആശ്വാസം പറയുന്നതിന് വേണ്ടി പോകാം. എന്നാൽ ഹൃദയത്തിൽ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നവന് വിടുതലും കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? ഞാൻ എവിടെ? ഞാനിയാന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ഇടയ്ക്കുക. ഈ പൗലോസിനെ പ്രസംഗിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അറിയപ്പെടുന്ന വലിയ തത്വചിന്തകന്മാർ ഒക്കെ വസിച്ചിരുന്ന വലിയ പട്ടണത്തിൽ നിന്നുകൊണ്ട് അതിന് വിളിച്ചു ചോദിക്കും, ഞാൻ എവിടെ? ഇന്ന് ശാസ്ത്രം അടിയൂറ്റം കൊണ്ട് വിളിച്ചു പറയുന്ന കണ്ടുപിടുത്തത്തിന്റെ ശാസ്ത്രീയ വികാസനത്തിന്റെ അത്തിച്ചുകൂടി ലോകം എത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ബൈബിളൊക്കെ പറയുന്നതിന് മോളിലാണ്, ദൈവവിശ്വാസത്തിന് മോളിലാണ് ശാസ്ത്രമെന്ന്. പുനരുരുമി അടുത്ത കാലത്ത് യുക്തിവാദികളും ശാസ്ത്രവാദികളും വലിയ കൺവെൻഷൻ നടത്തി. ഐപിസിക്കാരൻ ചർച്ചക്കൊണ്ടൊരു ഏജിക്കാരുടെ കൺവെൻഷൻ മാത്രമൊന്നല്ല, ഇപ്പൊ അവരും കൊണ്ട് നടത്താൻ തുടങ്ങി. നമ്മൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അവർ തെളിയിക്കുന്ന ബൈബിളൊന്നും അല്ല, ദൈവമൊന്നും അല്ല, അതിനപ്പുറം ശാസ്ത്രമാണ് വലുതെന്ന്. ചത്ത ഉറുമ്പിനെ പോലും ജീവൻ കൊടുക്കാൻ ഇതുവരെ കഴിയാത്തൊരു ശാസ്ത്രം. ഇനി ശാസ്ത്രം പറയുന്ന മുഴുവൻ പേര് കണ്ടുപിടിച്ചു. ബൾബ് കണ്ടുപിടിച്ചു, റേഡിയോ കണ്ടുപിടിച്ചു, ഫോൺ കണ്ടുപിടിച്ചു, ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ചു, നക്ഷത്രത്തിൽ പോകാൻ വഴി കണ്ടുപിടിച്ചു, സമുദ്രത്തിലൂടെ പാത കണ്ടുപിടിച്ചെന്നാ പറയുന്നത്. ഈ കണ്ടുപിടുത്തത്തിന്റെ മുഴുവൻ ആധാരത്തിൽ ഈ ലോകത്ത് ഉയർക്കൊണ്ട കണ്ടുപിടുത്തത്തിന് നിദാനമായിട്ടുള്ള ഏക ഗ്രന്ഥം ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന സത്യവേദ പുസ്തകമാണെന്ന് പറയാൻ എനിക്ക് ലജ്ജയില്ല. പിന്നെ എനിക്കൊരു കാര്യമേ ഈ സമൂഹത്തോട്, ഇങ്ങനെ ശാസ്ത്രത്തിന് തല വളർന്ന ഉടല് ചെറുതായി പോയ സമൂഹത്തോട് പറയാനുള്ളത്, ശാസ്ത്രം കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഇല്ലാത്ത ഒന്നിൽ നിന്ന് ഇന്നേ വരെ ഒന്നും കണ്ടുപിടിക്കാൻ ഉലകത്തിൽ ആർക്കും ഇടവന്നിട്ടില്ല. ഉള്ള ഒന്നിൽ നിന്നും മറ്റൊന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ എന്തോ കണ്ടുപിടിച്ചെന്ന് ആവേശത്തോടെ വിളിച്ചു പറയുന്നവർ വല്ലപ്പോഴും മുട്ടയിട്ടിട്ട് കൊക്കരക്കോന്ന് വിളിച്ച് പഞ്ചായത്തോട് അറിയിക്കുന്നതിൽ കോഴിയെ പോലാണെന്നേ എനിക്ക് പറയുന്നത്. ഒരു കാര്യം പറയാം, കണ്ടുപിടിച്ചെന്നേ പറയാൻ പറ്റൂ. ദൈവം ഒന്നും കണ്ടുപിടിച്ചവരല്ല, അവൻ സകലത്തെ ഉണ്ടാക്കിയവനാ, ഉളവാക്കിയവനാ, വാക്കാൽ സൃഷ്ടിച്ചവനാ. ബുദ്ധിയുള്ളവൻ കഥയായി തള്ളിയാലും ലോകത്തിലെ ബഹുഭൂരിപക്ഷം ഇന്നും അംഗീകരിക്കുന്ന മഹാസത്യം, അവൻ സൃഷ്ടിതാവായ ദൈവമാ. അടയാളം അന്വേഷിക്കുന്ന ഒരു കൂട്ടർ അത്ഭുതം കാണിക്കട്ടെ, ആകാശത്ത് കാണിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയാ, ഈ ഭയങ്കര ജ്ഞാനവും അറിവും ഉള്ളവര് ഒരു ഗുണവും. ഹലോ, നമ്മൾ ആ ജ്ഞാനവും അറിവും ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് പൊട്ടനെ പോലെ ഇരുന്ന് കരയാവോ? ഞാൻ പലപ്പോഴും അനുഭവിച്ച കാര്യം. പലപ്പോഴും ഇങ്ങനെ വിമർശനാത്മകമായി ഇങ്ങനെ പല കാര്യങ്ങളെ ചിന്തിക്കുന്നവരെ ഞാൻ ശ്രമിക്കുമായിരുന്നു. അത് ചിലപ്പോഴൊക്കെ എന്റെ വിശ്വാസം കുറയ്ക്കുന്നു എന്ന് തോന്നിയിട്ട് ഞാൻ ഇപ്പൊ അത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ദൈവത്തെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നിടത്തെല്ലാം ദൈവത്തെ കാണാൻ പറ്റിയിട്ടുണ്ട്. വെറുതെ അല്ല. ഈ വിദ്വാൻമാർ അങ്ങനെ പുറപ്പെട്ട്
വന്ന കൂട്ടത്തിൽ ഇടയ്ക്ക് അവർ കൊട്ടാരത്തിൽ കയറിയില്ലേ? കൊട്ടാരത്തിൽ കയറിയപ്പോ ഇവര് വിചാരിച്ച് യേശു ജനിക്കുന്ന കൊട്ടാരത്തിലാണ് നിഗമനം കൊണ്ട് കയറിയതാ. ചിന്തിച്ച് അവിടെ ആയിരിക്കും. വഴികാട്ടോ നക്ഷത്രം ഉണ്ടായാലും ചിലവർ വഴിതെറ്റിപ്പോകും. എത്ര വെളിച്ചം കൊടുത്താലും വഴിതെറ്റിപ്പാലേ അവർക്ക് അറിയും. നമുക്ക് തോറ്റില്ല. അവർ നക്ഷത്രം കണ്ടേച്ചും കൊട്ടാരത്തിൽ കയറിപ്പോയി. അവിടെ ചെന്നേച്ച് രാജാവിന് അപ്പോഴും പിടുത്തം കിട്ടി, ഇങ്ങനെ ആരാണ്ട് ഇവിടെ ജനിക്കുന്നുണ്ടെന്ന്. അപ്പൊ പണ്ഡിതന്മാരെ വിദ്വാന്മാരെ ഒക്കെ വിളിച്ചു വരുത്തിട്ട്, പ്രമാണം സംബന്ധിച്ച് അറിവുള്ളവരെ, അവിടുത്തെ പരീക്ഷന്മാരെ ശാസ്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തിട്ട്, ഇങ്ങനെ വല്ലതും ഉണ്ടോ? അവര് ഇവിടെ ഉണ്ട്, യശാ പറഞ്ഞിട്ടുണ്ട്, അവിടെ മലാക്ക് ഇവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരോട് പറഞ്ഞു കൊടുത്തു, ഈ ബേത്ലഹേം ശരിയാണ്, ഒരു വെറുതെ പറഞ്ഞല്ല, അങ്ങനെ ഒരുത്തൻ ജനിക്കും. പ്രമാണം നോക്കിയിട്ട് പറഞ്ഞത് പുസ്തകത്തിന്റെ കറക്റ്റ് താള്, പേജ് നമ്പർ, അദ്ദേഹം വാക്യത്തിന്റെ അടിവരയിലെ 4 വരി 4 വരെ താഴ്, ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം. ഇവന്മാർ വായിച്ച് കൃത്യമായി പ്രമാണം പറഞ്ഞു കൊടുക്കും. പ്രമാണം അറിയാം, കാര്യങ്ങൾ അറിയാം, വചനം അറിയാം, ജ്ഞാനമുണ്ട്. പക്ഷെ യേശുവിനെ കണ്ടവർ പ്രമാണം അറിയാവുന്നവരല്ല. വചനം അറിയാണ്ടെന്നല്ല, ബുദ്ധിയിൽ ആശ്രയിച്ച് നിന്നവർ യേശുവിന്റെ അടുക്ക പോയില്ല. വെളിച്ചം കണ്ടവർ യേശുവിന്റെ അടുക്ക പോയി. പലരും അറിവ് ചേർപ്പിച്ചിട്ട് ഇങ്ങനെ തർക്കവും ആയിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഒരു ദൈവപ്രവൃത്തി പോലും ജീവിതത്തിൽ കാണാൻ കഴിയാതെ വെറും മന്ദബുദ്ധികളെ പോലെ വചനം പറഞ്ഞ വാക്ക പറയുന്നത്, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ശിഷ്യന്മാരെ വിളിച്ച പേരാ, യേശു വിളിച്ച പേരാ. തർക്കവും വാദത്തിന് വിട കൊടുത്തുകൊണ്ട് ബുദ്ധിക്കും അടയാളം അന്വേഷിച്ച് നടക്കുമ്പോൾ കുറെ പാവപ്പെട്ടവർ, വിദ്യാർത്ഥികൾ, ജ്ഞാനിയല്ലാത്ത പാവപ്പെട്ടവർ അടയാളം അന്വേഷിക്കാതെ, ജ്ഞാനം അന്വേഷിക്കാതെ അവർ യഥാർത്ഥ ക്രിസ്തുവിനെ കാണുമ്പോൾ അവർ പറയുക, ലോകത്തിൽ ജ്ഞാനമായതിനെ ലക്ഷിപ്പിപ്പോ ദോഷത്വമായതിനെ. ഇന്ന് പകൽക്കാലം കേട്ടോ, ഒരു വലിയ അറിവ് തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നതിനേക്കാൾ അറിഞ്ഞ സത്യത്തെ അടുത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഒറ്റ കാര്യം പറയട്ടെ, ഈ യേശു യെരുശലേമിലേക്ക് എതിരേറ്റ് വരുമ്പോൾ 21:10 മത്തായിലുണ്ട്. വരുമ്പോ കഴുതപ്പുറത്തൊക്കെയാ വന്നേ. യെരുശലേം എത്താറായപ്പോഴത്തേക്ക് ആൾ കൂടി വരിക. എല്ലാരും നോക്കിയപ്പോ ചില്ല വെട്ടുന്നു, ഓശന പാടുന്നു, എന്തുവാന്ന് നോക്കിയില്ല, എല്ലാരും പോയി വെട്ടി, എല്ലാരും വസ്ത്രം വലിച്ചു, എല്ലാരും ആർപ്പിടാൻ തുടങ്ങി. യെരുശലേം എത്തിയപ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെ, നഗരം മുഴുവനും ഇളകി. 21:10 മത്തായി 21:10. യെരുശലേമിൽ കടന്നപ്പോൾ ആ നഗരം മുഴുവൻ ഇളകിയെന്ന്. തുടങ്ങിയപ്പോ ഒന്നുമില്ല, കഴുത അഴിക്കാൻ പോകാൻ അധികം പേരില്ലായിരുന്നു. ആദ്യത്തെ വസ്ത്രയുടെ അധികം പേരില്ല, ശിഷ്യന്മാർ 2-3 പേരൊക്കെ ഉള്ളായിരുന്നു. സംഗതി അങ്ങോട്ട് പോയപ്പോൾ ഒരു ജില്ല വെട്ടാൻ ആള്, ബഹളം വെക്കാൻ ആള്, ഓശന പാടാൻ ആള്, ഭയങ്കര ആള്. ഹാപ്പി അല്ലേ? 21:10 ഹാപ്പി അല്ലേ? ആണോ? എല്ലാരും കൂടെ ഇളകി വലിയ പ്രൈസ് വർഷിപ്പ്, ആടി, ബഹളം, തുള്ളല്. നമുക്കാരെ വേണ്ടി ഇളക്കാൻ പറ്റും. ആരാധിച്ചോ ഇളകുന്നുള്ളൂ. അവസാനം അവര് ചോദിച്ചു, ഇവൻ ആരാ? അവിടെ ഉണ്ട്, വായിച്ചേ. ഭയങ്കര പരിപാടിയാ. ഞാൻ കണ്ടിട്ടുണ്ട് 10,000, 2,000, 3,000 പേര് കൂടുന്നിടത്തൊക്കെ എവിടുന്നൊക്കെയോ ടിവിയിൽ അവിടെ ഇവിടേക്ക് കണ്ടിട്ട് ആള് വരും, തുള്ളും. എന്നെ പരിപാടി. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു, ആവേശം കൂടി ചെറുപ്പക്കാരിലെ ഉത്സവത്തിന്റെ സ്ഥലത്തൊക്കെ ഉടുപ്പ് ഊരിയിട്ടൊരു കറങ്ങുന്നില്ല. ഇനി അങ്ങനെ ഇറങ്ങി വരുമ്പോ അവനോട് ചോദിക്കാൻ, ഞാൻ ഇന്നാളെ ഞാനൊരു പുള്ളി കൊടുത്തു, അവിടുത്തെ ഭാഷ പേര് പാപ്പു അറിയില്ല. 2,000, 3,000 പോകുന്നിടത്തോ തുള്ളല, ഭയങ്കര തുള്ളല. അതിന് കൂടി നമ്മളെ അടിച്ചു കൊടുക്കും. നഗരം മുഴുവൻ ഇളകി. യോഗം തീർന്നു ചോദിക്കുക, അല്ലെ കഴുതപ്പുറത്ത് വന്നവനാണ്. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇരുന്നേച്ച് അവസാനം ഇവിടെ നടന്നെന്തുവാ? തീർന്നിട്ട് ഇന്നത്തെ കാഴ്ച സംഘത്തിനാലോ. ഇന്നാളെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇന്ന് സഭയെ വായിച്ച സംഘത്തിലോ? യോബ് 2:10. ഇടയ്ക്ക് പുള്ളി ഉറങ്ങുന്ന ഇടയ്ക്ക് 2:10 കേട്ടോളൂ. യോബ് 2. ഇളക്കാൻ ആർക്കാ പറ്റാത്ത? ഇളക്കുന്നിടത്ത് പോകാൻ ആൾക്കാർക്ക് ഇഷ്ടം. വിശ്വാസത്തിലേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ ആരെയും ഇളക്കി എത്ര നാൾ ഇളകും? കൈയടിക്കടാ, കൈവക്ക്, എഴുന്നേറ്റ് ഇരിക്ക്, ഇരുന്ന്. ഇതെന്നെ നേഴ്സറി സ്കൂള്. സ്റ്റാൻഡ് അപ്പ്, സിറ്റ് ഡൗൺ, റൈറ്റ് ലെഫ്റ്റ്.
പിള്ളേരെ എന്നാ പറഞ്ഞ അതെല്ലാം കൈ കഴുകൊണ്ടുപോകും. അംഗനവാടി ഉപ്പുമാൻ വായിക്കുള്ളെല്ലാം കഴുകൊണ്ടുപോകും. ചമ്പരം പൊട്ടി ഇരിക്കും. ഇങ്ങനെ എത്ര നാള് വെല്ലൂര് വിളക്കുന്നതിന്റെ ഇളക്കി നമ്മളിങ്ങനെ ജീവിക്കും. യഥാർത്ഥ ദൈവവചന ശുശ്രൂഷ എന്ന് പറയാൻ എന്നാന്നറിയോ? നമുക്ക് അത്ര പിടുത്തമല്ല. പൗലോസ് എത്ര കൃത്യമായാണ് അവര് ബോധ്യം. നിങ്ങൾ വലിയ മിടുക്ക് പറയാനൊന്നുള്ളവരൊന്നും അല്ല. നിങ്ങൾ കഴിവില്ലാത്തവരും തള്ളിക്കളഞ്ഞവരുമാ. ദൈവം ജ്ഞാനികളെ രഞ്ജിപ്പിക്കാൻ എടുത്ത് അകത്ത് കൊണ്ടുവന്ന അല്പം വേഷവും മാറി രീതിയും മാറി അറിവും വന്നപ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വാദവും. നിങ്ങൾ മറക്കരുത്, നിങ്ങളെ ജ്ഞാനികളെ രക്ഷിപ്പിക്കാനാ ദൈവം മോശമായിട്ട് തീർക്കുന്നത്. ഹലോ, ഇത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, ഒരാൾക്ക് ഒരു ഡോക്ടറാന്ന് വെച്ചോ, ഞാൻ നിങ്ങളെ സ്കാൻ ചെയ്യാൻ വിട്ടു. ഒരാളെ സ്കാൻ ചെയ്യാൻ വിട്ടു. നിങ്ങൾ സ്കാൻ ചെയ്ത് ട്രാവൽ കൂടുന്ന എവിടെന്നെങ്കിലും നല്ലൊരു സ്കാൻ 10,000 രൂപ സ്കാൻ ചെയ്ത് റിസൾട്ട് വാങ്ങും. ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ക്യാൻസർ ആണ്. ഹലോ, ഒരു സെക്കൻഡ് സ്റ്റേജ് വല്ല ആയുള്ളൂ, ക്യാൻസറാണ്. ഏതെങ്കിലും നിങ്ങൾ അവയവം നിങ്ങൾ ചിന്തിച്ചു, ക്യാൻസറാണ്. ഞാൻ പക്ഷേ റിസൾട്ട് നോക്കിയിട്ട് എന്നാണ് വിശേഷം, വീട്ടുകാരൊക്കെ ഉണ്ട്, അമ്മ സുഖമായിട്ടിരിക്കുന്ന, ജോലിക്കൊക്കെ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്ന്, സുഖമായിട്ടിരിക്കും, ആരോഗ്യവാനായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. കുട്ടിക്കുറയുടെ പൗഡർ വിട്ട് വേറെ എല്ലാവരും തേച്ച് അടിപൊളിയായിട്ട് നടക്കാൻ പറഞ്ഞ് വിടുകയാണെങ്കിൽ എനിക്കാണോ ദോഷം, നിങ്ങൾക്കാണോ ദോഷം? ഹലോ, ആരും മിണ്ടുന്നില്ല. എന്റെ ചോദ്യം, റിസൾട്ട് നോക്കിയിട്ട് രോഗം വ്യക്തമായി പറഞ്ഞു തന്ന് അതിന് പ്രതിവിധി പറഞ്ഞു തരണോ, നീ എവിടെയെങ്കിലും പോയി ചാവട്ടെ? ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില പഴുത്തതിനെ ഞെക്കും, എന്നിട്ട് അതിനെ വെച്ച് കെട്ടും, അതിനെ പരിപാലിക്കും. ആടാണെങ്കിൽ അനുസരണമില്ലെങ്കിൽ ഇടയം പറയുന്നു, അതിനെ പിടിക്കും, അതിനെ കാലൊടിക്കും, അത് വെച്ച് കെട്ടും, എന്നിട്ട് അതിനെ തോളിലെടുക്കും. നമ്മളിങ്ങനെ പുകഴ്ത്തിയും പൊക്കിയും സ്നേഹിച്ചു, അച്ഛാ സൂപ്ര, അമ്മമ്മ സൂപ്ര, മോൾ സൂപ്ര, മരുമോൾ സൂപ്ര, അമ്മയമ്മ സൂപ്ര എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സൂപ്ര. പക്ഷെ അവസാനം നിങ്ങളെ പറ്റിക്കുകയാണ് ഈ ലോകം. ഇന്നത്തെ പ്രവാചകന്മാർ നിങ്ങളെ പറ്റിക്കുക, ഇന്നത്തെ ഉപദേശന്മാർ നിങ്ങളെ പറ്റിക്കുക. നിങ്ങൾക്ക് ഏറെക്കുറെ അവരെയാണ് ഇഷ്ടം. തെറ്റാ നടക്കുന്ന സഹോദര, തെറ്റാ സഹോദരി എന്ന് പറയാൻ പറയുന്നവരെ ഇഷ്ടമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തിൽ ഭോഷത്വമായതിനെ ജ്ഞാനികളെ ലജ്ജിപ്പാൻ തെരഞ്ഞെടുത്തു. എല്ലാം കണ്ണുകൊണ്ട് വിശ്വസിച്ചു, എല്ലാം കണ്ണുകൊണ്ട് വിശ്വസിച്ചു. ഒരു നിമിഷം എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും? ഇന്നത്തെ വചനം എന്നോട് സംസാരിച്ചു എന്ന് ആരുടെയെങ്കിലും മനസ്സ് ദൈവത്തിന്റെ ആത്മാവ് തോന്നിപ്പിക്കുന്നെങ്കിൽ, അകത്തുള്ളത് ജാതീയ വ്യാപാരമല്ലെങ്കിൽ, അകത്തുള്ളത് ലോകത്തിന്റെ ബന്ധനമല്ലെങ്കിൽ, ഈ ലോകത്തിന് ദൈവം ഹൃദയങ്ങളെ കുരുടാക്കിയിട്ടില്ലെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. വിശ്വസിക്കുന്നവർ മാത്രം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. സ്നേഹവാനായ പിതാവേ, അങ്ങ് ഞങ്ങളെ അങ്ങ് സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചില്ല. ഇന്ന് പകലും ഞങ്ങളെ സ്നേഹിക്കുന്നതിന് അടയാളമായി കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ജനത്തോട് സംസാരിച്ച, അടിയനോട് സംസാരിച്ച വചനത്തുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കും. ഞങ്ങൾ വന്ന വഴിയെ തെരഞ്ഞെടുപ്പിനെ വിളിയെ ഓർമ്മയോടെ ഇരിക്കാൻ സഹായിക്കും. വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാൽ, ശബ്ദമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ.